ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ KTU-MCA ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ കോഡ് ഇസ് 20MCA105. ആൻഡ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് റിവ്യൂ ഓഫ് ബേസിക് ഡേറ്റ സ്ട്രക്ചേഴ്സ്, അറേ, ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് വേരിയൻസ്, സ്റ്റാക്ക്, ക്യൂ ആൻഡ് ട്രീസ്. ആൻഡ് ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ് തിയറി ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലാബ് സൈക്കിൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലോട്ട് പോവാം. വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചർ? ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡേറ്റാസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡേറ്റ സ്ട്രക്ചർ. ആൻഡ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെമ്മറിയിൽ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെ നമുക്ക് ഡേറ്റാസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഡേറ്റ സ്ട്രക്ചർ. ഈ ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ. ഇതാണ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ രണ്ട് പ്രൈമറി കാറ്റഗറീസ്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ഇനി ഈ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, പോയിൻ്റർ. ഇതൊക്കെ ഇൻറ്റ് ആണെങ്കിൽ നോർമൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ്. അതിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്യാം. ക്യാർ ടൈപ്പ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. പോയിൻ്റർ ആണെങ്കിൽ അത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നത്. ഇനി ഈ നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലീനിയർ ആൻഡ് നോൺ ലീനിയർ, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനെ. ഇതിൽ ഈ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇതൊക്കെ. ഇനി നോൺ ലീനിയറിൽ വരുന്നത് ഗ്രാഫ്, ട്രീ, ഇതൊക്കെയാണ്. അപ്പോൾ വൺ ബൈ വൺ നോക്കാം. ഇതിൽ ഈ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ബേസിക് ഡേറ്റ സ്ട്രക്ചർ. ആൻഡ് അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, പോയിൻ്റർ, ഇതൊക്കെ. ഈ നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ്. ആൻഡ് ഇതിനെ നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഇതൊക്കെ. ഈ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ക്രിയേഷൻ, സെലക്ഷൻ, അപ്ഡേഷൻ, സെർച്ചിങ്, സോർട്ടിങ്, മെർജിങ്, ഡിസ്ട്രോയിങ്, ഇതൊക്കെ. ഇനി ലീനിയർ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ അറേ ആണ്. അറേ എന്താണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറേ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനിറ്റ് നമ്പർ ഓഫ് ഹോമോജീനിയസ് എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇൻറ്റീജർ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇൻറ്റ് എ എന്നൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഈ എയിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ A = 10 എന്ന് കൊടുക്കുവാണ്. പിന്നെ ഇപ്പോൾ A = 5 എന്ന് കൊടുക്കുമ്പോൾ ഈ 10 മാറിയിട്ട് 5 ആവും. അപ്പോൾ എനിക്ക് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അറേയുടെ കേസിൽ നമുക്ക് n നമ്പർ ഓഫ് വാല്യൂസ്, എലമെൻറ്റ്സ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അറേയുടെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഇതിനെ ഒരു അറേ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഓരോ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും എലമെൻറ്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ വൺ ഡയമെൻഷണൽ അറേയുടെ കേസ് എടുക്കാം. അതിൻ്റെ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ആദ്യം കൊടുക്കണം. പിന്നെ അറേയുടെ പേര് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ സൈസ് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് സൈസാണോ കൊടുക്കുന്നത് അതായിരിക്കും ആ ഒരു അറേയുടെ മാക്സിമം സൈസ്. അത്ര എലമെൻറ്റ്സ് നമുക്ക് ആ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലാണ് എലമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇൻറ്റീജർ അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അതിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ 1000 ആണെന്ന് വയ്ക്കാം. നമുക്കറിയാം ഓരോ ഇൻറ്റീജർ വാല്യൂവിനും ഓർ വേരിയബിൾക്കും നമുക്ക് കിട്ടുന്നത് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റീജർ അറേയിൽ ഫസ്റ്റ് എലമെൻറ്റ് എനിക്ക് 1000 ആ ഒരു പൊസിഷനിലാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് ഉള്ളത് 1004th ലൊക്കേഷനിലായിരിക്കും. പിന്നെ തേർഡ് എലമെൻറ്റ് ഉള്ളത് 1008th ലൊക്കേഷനിലായിരിക്കും. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് നമ്മളുടെ അറേ എലമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ സെയിം ഡേറ്റ ടൈപ്പുള്ള എലമെൻറ്റ്സിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ ആ അറേയിൽ ഫുൾ ഇൻറ്റീജർ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, ക്യാർ ആണെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ആൻഡ് ഇതിൽ നമ്മൾ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നതൊക്കെ ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും. അതായത് ഈ ഒരു അറയിൽ ഫസ്റ്റ് പൊസിഷനെ നമ്മൾ 0th ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പൊസിഷൻ 0, പിന്നെ സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് ഇൻഡെക്സ്, തേർഡ് പൊസിഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സ്. അങ്ങനെ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അറേ എലമെൻസ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു അറേ ആയിട്ട് എടുക്കാം. ഈ അറയിൽ ഇത് 0th പൊസിഷനാണ്, ഇത് ഫസ്റ്റ് പൊസിഷനാണ്, ഇത് 2, ഇത് 3, ഇത് 4. പിന്നെ ഇതിൻ്റെ പേര് ARR എന്ന് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ARR of 3 എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഏത് എലമെൻറ്റാണോ ഉള്ളത് അതായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ബട്ട് ഇത് 4th എലമെൻ്റ് ആണ്. ബട്ട് നമ്മൾ അറേ ഓഫ് 3 എന്ന് കൊടുക്കുമ്പോൾ ഇൻഡെക്സ് പൊസിഷനാണ് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഡീഫോൾട്ടായിട്ട് ഇൻഡെക്സ് വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0 ആയിരിക്കും. പിന്നെ ഈ അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യും ഇങ്ങനെ ഒരു അറേയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് അറേയുടെ മാക്സിമം സൈസ് ഇത്രയാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ആ ഒരു ഫിക്സഡ് സൈസിലായിരിക്കും നമ്മൾക്ക് മെമ്മറി അലോക്കേറ്റ് ആയി കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 30 ആണ് അറേയുടെ സൈസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ 30 എലമെൻറ്റ്സ് വരെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ എലമെൻറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദ മെമ്മറി ഈസ് സ്റ്റാറ്റിക്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻറ്റ് അറേ ഓഫ് 10. ഇത് ഡിക്ലെയർ ആണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അറേയുടെ ഡേറ്റ ടൈപ്പാണ്. നമുക്ക് ഇൻറ്റ് അല്ല ക്യാരൊക്കെ കൊടുക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ ടൈപ്പാണ്. അറേയുടെ ഡേറ്റ ടൈപ്പ് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. പിന്നെ അറേയുടെ പേര് അടുത്ത് തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ മാക്സിമം ലെന്തും കൂടി കൊടുക്കാം. പിന്നെ ഒരു അറേയിൽ എത്ര എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് പ്ലസ് 1. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മൈനസ് ഫസ്റ്റ് ഇൻഡെക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ ആ ഒരു അറേയിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള കൗണ്ട് കിട്ടും. അതില്ലാത്തത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് 9 ആണെങ്കിൽ ടോട്ടൽ 10 എലമെൻറ്റ്സ് ആണ് അതിലുള്ളത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. അറേ നമ്മൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും എല്ലാം ഫോർ ലൂപ്പ് വെച്ചിട്ടായിരിക്കും. വിതൗട്ട് ഫോർ ലൂപ്പ് വി കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് ദി അറേസ്. ഫോർ ലൂപ്പ് മാത്രമല്ല ലൂപ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മോസ്റ്റ് കോമൺലി നമ്മളെല്ലാവരും ഫോർ ലൂപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ റീഡിങ് കമാൻഡാണ് ഫോർ i = 0, i <= n, i++ scanf %d, ampersand array of i. പിന്നെ റൈറ്റിംഗ് ആണെങ്കിൽ ഫോർ i = 0, i <n, i++ printf %d, array of i. ഇതാണ് ബേസിക്കായിട്ട് അറേ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമുള്ള കോഡ്. ഇനി ഇത് ഒരു 1 ഡൈമെൻഷണൽ അറേയുടെ കോഡാണ്. ഇനി അത് 2 ഡൈമെൻഷണൽ ആണെങ്കിൽ അവിടെ നമുക്ക് 2 ഫോർ ലൂപ്പിൻ്റെ ആവശ്യം വരും. അതേപോലെ n ഡൈമെൻഷണൽ അറേയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് n നമ്പർ ഓഫ് ഫോർ ലൂപ്സ് ആണ് ആവശ്യം വരുന്നത്. ഇനി അറേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്രിയേഷൻ, അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വൺ അറേയിൽ ട്രാവേഴ്സ് ചെയ്യുന്നത്, എലമെൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ അറേയിൽ എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർഷൻ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം, അറ്റ് എനി പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഡെലീഷൻ ഉണ്ട്. ഡെലീഷനും ഒരു എലമെൻറ്റ് അറിയുന്ന ഡിലീറ്റ് ചെയ്യുന്നതാണ്. അത് ബിഗിനിങ്ങിൽ ചെയ്യാം, എൻഡിൽ ചെയ്യാം, അറ്റ് എനി പൊസിഷനും ചെയ്യാം. പിന്നെ നമുക്ക് അറേനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ 2 അറേസിനെ മെർജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ അറേയിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ആൻഡ് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ അറേയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മാക്സിമം ലെന്ത് 30 ആയിട്ട് കൊടുത്തു എന്ന് വയ്ക്കാം. ബട്ട് എൻ്റെ അറേയിൽ ഒരു 10 എലമെൻറ്റ്സേ ഉള്ളൂ എന്ന് വയ്ക്കാം. മാക്സിമം സൈസ് 30 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഞാൻ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഒരു 10 എലമെൻറ്റേ ഉള്ളൂ എന്ന് വയ്ക്കാം. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യം ഞാൻ 30 എലമെൻറ്റ് കൊടുത്തതുകൊണ്ട് 30 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മെമ്മറി അലോക്കേറ്റ് ആയി കാണും. ബട്ട് ഞാൻ ആക്ച്വലി സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 10 എലമെൻ്റ് ആണ്. അപ്പോൾ ബാക്കി 20 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അറേയുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അറേയിലാണെങ്കിൽ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യുന്ന പോലെ ഉള്ളതാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് ഓൾമോസ്റ്റ് അറേ പോലെ തന്നെയാണ്. ബട്ട് ഇതിൽ നമ്മൾ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലല്ലായിരിക്കും എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എലമെൻറ്റ് 1000 എന്നൊരു ലൊക്കേഷനിലുണ്ടെങ്കിൽ വേറൊരു എലമെൻറ്റ് മേ ബി 2500-ലായിരിക്കും, അടുത്ത എലമെൻറ്റ് മേ ബി 250-ലായിരിക്കും, അടുത്ത എലമെൻറ്റ് 4000-ലായിരിക്കും. ഇങ്ങനെ റാൻഡമായിട്ടാണ് നമ്മൾ എലമെൻറ്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഫിക്സഡ് സൈസ് കൊടുക്കത്തില്ല. നമ്മൾ എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് ബേസ് ചെയ്തുകൊണ്ട് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് അതായിട്ട് ഇൻക്രീസ് ചെയ്യും. ആൻഡ് നമ്മൾ എലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട്
ആ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഷ്രിങ്ക് ആവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ആവും, പിന്നെ ഷ്രിങ്കും ആവും. അതാണ് ഇതിനെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ സൈസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് ഗ്രോ ആവുകയും ചെയ്യും, ഷ്രിങ്ക് ആവുകയും ചെയ്യും. പിന്നെ ഇതിൽ ഒരു എലമെൻറ്റിൽ അറ്റ്ലീസ്റ്റ് 2 ഫീൽഡെങ്കിലും വേണം. ഞാൻ പറഞ്ഞു ഇതിൽ കോൺസിക്യൂട്ടീവ് അഡ്രസ്സിലല്ല സ്റ്റോർ ചെയ്യുന്നത്, റാൻഡമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2 ഫീൽഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അറേയിൽ യൂസ് ചെയ്യുന്നത് പോലെ ഇതിൽ നമുക്ക് ഇൻഡെക്സിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റാൻഡമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇൻഡെക്സിങ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 2 ഫീൽഡെങ്കിലും വേണം. അപ്പോൾ ഇത് നമുക്ക് 2 ഫീൽഡായിട്ട് എടുക്കാം. ഇതൊരു ഫീൽഡ്, ഇതൊരു ഫീൽഡ്. ഈ 2 ഫീൽഡിൽ ഫസ്റ്റ് ഫീൽഡിലായിരിക്കും നമ്മൾ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഏത് ഡേറ്റയാണോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതായിരിക്കും ഫസ്റ്റ് ഫീൽഡിൽ വെക്കുന്നത്. പിന്നെ ഈ സെക്കൻഡ് ഫീൽഡ് എന്തിനാണെന്ന് വെച്ചാൽ അത് ആക്ച്വലി ഒരു പോയിൻ്റർ ആയിരിക്കും. ഇതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റ്, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ സെക്കൻഡ് ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 2 ഫീൽഡെങ്കിലും വേണം. അതിൽ ഒരു ഫീൽഡിൽ ആക്ച്വൽ ഡേറ്റയും അടുത്ത ഫീൽഡിൽ നെക്സ്റ്റ് എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ അഡ്രസ്സുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ലിസ്റ്റിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫീൽഡിൽ നമ്മൾ നല്ലായിട്ട് കൊടുക്കാം. ഇറ്റ് മീൻസ് അത് കഴിഞ്ഞിട്ട് എലമെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ആ സെക്കൻഡ് പാർട്ടിൽ നൾ വാല്യൂ കൊടുക്കും. ആൻഡ് ഇതിലുള്ള ഓരോ എലമെൻറ്റിനെയും നോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. ഇതൊരു നോഡായിരിക്കും, ഇതൊരു നോഡായിരിക്കും, ഇതൊരു നോഡായിരിക്കും. പിന്നെ ഈ നോഡെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് നോഡ്. സപ്പോസ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് 1000 ആണെന്ന് വയ്ക്കാം. സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഒരു 2000 ആണെന്ന് വയ്ക്കാം. തേർഡ് നോഡിൻ്റെ അഡ്രസ്സ് 2500 ആണെന്ന് വയ്ക്കാം. ഇപ്പോൾ ഈ ഫസ്റ്റ് നോഡിലെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഈ സെക്കൻഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സായിരിക്കും. സെക്കൻഡിൻ്റെ അഡ്രസ്സ് 2000 അല്ലേ. അപ്പോൾ ഫസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇവിടെ 2000 എന്നൊരു അഡ്രസ്സായിരിക്കും സ്റ്റോർ ആവുന്നത്. ഇനി അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ തേർഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. തേർഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് 2500 ആണ്. അപ്പോൾ ഇതിലിവിടെ 2500 ആയിരിക്കും കാണുന്നത്. ഇനി തേർഡ് എലമെൻറ്റ് എടുക്കാം. തേർഡ് എലമെൻറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്ത ലിസ്റ്റിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വേറെ എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നൾ എന്നൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കും ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 പാർട്ട്, അറ്റ്ലീസ്റ്റ് 2 പാർട്ടെങ്കിലും വേണം. അതിൽ ഒരു പാർട്ടിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യും, രണ്ടാമത്തെ പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഏതാണോ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നൾ കൊടുക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നൾ കൊടുക്കും. ഇറ്റ് മീൻസ് ഇത് കഴിഞ്ഞിട്ട് എലമെൻ്റ് ഒന്നും ഇല്ല. ഇനി ഈ ഒരു ലിസ്റ്റിൽ ഈ ഫസ്റ്റ് എലമെൻറ്റിൽ അതിനെ നമ്മൾ ഹെഡ് എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഉള്ളതിനെ നമ്മൾ ടെയിൽ എന്നും പറയും. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അറേയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഓൾറെഡി ഇത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട. പിന്നെ ഇതിൽ മെമ്മറി സ്പേസ് വേസ്റ്റ് ആവത്തില്ല. ഇത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ 2 അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസ് ആവശ്യം വരും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഈ ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ഉള്ളത്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സിംഗ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ആൻഡ് ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു നോഡിൽ 2 പാർട്ട് കാണും. ഒരു പാർട്ടിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അടുത്ത പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും. ഇപ്പോൾ ഇത് ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം എക്സാമിലൊക്കെ. ഓക്കെ, ഇതാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു നോഡിൽ 2 പാർട്ടേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഇപ്പോൾ ഫസ്റ്റ് ഈ ഹെഡ് എടുക്കുവാണെങ്കിൽ ഈ ഹെഡ് എലമെൻറ്റിൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഹെഡിൽ നിന്ന് എനിക്ക് സെക്കൻഡ് എലമെൻറ്റിലോട്ട് പോവാം. ബട്ട് സെക്കൻഡ് എലമെൻറ്റിൽ നിന്ന് എനിക്ക് ബാക്കിലോട്ട് വരാൻ പറ്റത്തില്ല. ബിക്കോസ് സെക്കൻഡ് എലമെൻറ്റിൽ ഈ ഹെഡിൻ്റെ അഡ്രസ്സ് ഇല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസിൻ്റെ കോഡ് ഫുള്ളും വേറെ പ്ലേലിസ്റ്റിലുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഹെഡ് എന്നാണ് പറയുന്നത്, ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ടെയിൽ എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നള്ളായിരിക്കും ഉള്ളത്.
അപ്പോൾ ഇതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് ഒറ്റ ഡയറക്ഷനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഒരു നോഡിൽ 2 പാർട്ടേ കാണത്തുള്ളൂ. ഇനി സെക്കൻഡ് വൺ ആണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു നോഡിൽ ഒരു എലമെൻറ്റിൽ തന്നെ 3 പാർട്ടായിരിക്കും ഉള്ളത്. ഇങ്ങനെ ഒരു എലമെൻറ്റിൽ തന്നെ 3 പാർട്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആ എലമെൻറ്റിൻ്റെ മുന്നേ ഉള്ള എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യാനും, സെക്കൻഡ് പാർട്ടിൽ നമ്മളെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും, ലാസ്റ്റ് പാർട്ടിൽ ആ എലമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യാനാണ് ഈ 3 പാർട്ട്. അപ്പോൾ പ്രീവിയസ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ്, ഡേറ്റ, നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ്. ഇതാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതിലും ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഹെഡ് എന്നാണ് പറയുന്നത്, ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ടെയിൽ എന്ന് പറയും. ആൻഡ് ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് മീനിങ് അതിന് മുന്നേ വേറെ എലമെൻ്റ് ഇല്ല, അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഹെഡിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എപ്പോഴും നല്ലായിരിക്കും. പിന്നെ സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റ, പിന്നെ അടുത്ത പാർട്ടിൽ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. ഇനി സെക്കൻഡ് എലമെൻറ്റ് എടുക്കുമ്പോൾ സെക്കൻഡ് എലമെൻറ്റിൽ പ്രീവിയസ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ ഇത് ഹെഡ് പ്രീവിയസ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് 1000 എന്ന് വയ്ക്കാം, അതിന് അഡ്രസ്സ് കാണും, പിന്നെ ഒരു ഡേറ്റ കാണും, പിന്നെ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ ഈ ഒരു നോഡ് എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഈ നോഡിൽ നിന്ന് എനിക്ക് ഫ്രണ്ടിലോട്ടും പോവാം, ബാക്കിലോട്ടും പോവാം. ബിക്കോസ് ബാക്കിലുള്ള എലമെൻറ്റിൻ്റെ അഡ്രസ്സും ഉണ്ട്, ഫ്രണ്ടിലുള്ള എലമെൻറ്റിൻ്റെ അഡ്രസ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് എലമെൻറ്റിൽ എപ്പോഴും നമ്മൾ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് നല്ലായിരിക്കും. അപ്പോൾ ഇതാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് പഠിക്കാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ലാബിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെയുള്ളത് സിംഗിൾ സർക്കുലർ ലിസ്റ്റാണ്. സർക്കുലർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു ലിസ്റ്റായിട്ട് എടുക്കാം. ഇതിൽ ഫസ്റ്റ് നോഡ് ഇതാണ്, ഫസ്റ്റ് നോഡ് സെക്കൻഡ് നോഡായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് നോഡ് തേർഡ് നോഡായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇതാണ് ലാസ്റ്റ് നോഡ്. ഈ ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡായിട്ട് കണക്റ്റ് ആവും. ഇതാണ് സിംഗിൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ അങ്ങനെ ഇതൊരു സർക്കിൾ ഫോം ചെയ്യും. അപ്പോൾ ഇത് സിംഗിളി സർക്കുലർ ലിസ്റ്റാണ്. മീൻസ് ഇത് ഫോർവേഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിൽ നിന്ന് സെക്കൻഡ് എലമെൻറ്റിലോട്ട് പോകാം, സെക്കൻഡിൽ നിന്ന് തേർഡ് എലമെൻറ്റിലോട്ട് പോകാം, പിന്നെ ലാസ്റ്റ് എലമെൻറ്റിൽ നിന്ന് ഫസ്റ്റ് എലമെൻറ്റിലോട്ട് വരാം. ബട്ട് നമുക്ക് തിരിച്ച് പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് ലാസ്റ്റ് എലമെൻറ്റിലോട്ട് അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് പോകാൻ പറ്റത്തില്ല. ഈ സിംഗിളി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതായത് ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ കോൺസെപ്റ്റ് സെയിമാണ്. ലാസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കണക്റ്റായി കാണും. ബട്ട് ഇതിലും നമുക്ക് 3 പാർട്സ് ആയിരിക്കും. ഓരോ നോഡിൽ നമുക്ക് 3 പാർട്സ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാനും, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാനുമാണ്. പിന്നെ സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്സ് അബൌട്ട് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനിയുള്ളത് സ്റ്റാക്കാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ഡേറ്റ ടൈപ്പാണ്. ആൻഡ് ഇതിനെ നമുക്ക് ഓർഡേർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നും പറയാം. ഇത് നോർമൽ സ്റ്റാക്ക് പോലെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബുക്കിനെ സ്റ്റാക്ക് ചെയ്യുക, ഇതൊരു ബുക്ക് വെച്ചു, ഇതിൻ്റെ മേലിൽ അടുത്ത ബുക്ക് വെച്ചു, അടുത്ത ബുക്ക്, ഇങ്ങനെ ബുക്ക് സ്റ്റാക്ക് ചെയ്തുകൊണ്ട് പോകത്തില്ലേ, അതേ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എലമെൻറ്റ്സ് ഡേറ്റാസിൽ നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേലിൽ വേറൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെ എലമെൻറ്റ്, അതിൻ്റെ ബാക്കിൽ വേറെ എലമെൻറ്റ്, ഇങ്ങനെ ബാക്ക് ആയിട്ട് നമ്മൾ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യും. അതാണ് സ്റ്റാക്ക്. ഈ സ്റ്റാക്ക് ആണെങ്കിൽ ലിഫോ കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ലിഫോ മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റായിട്ട് ഏതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ ഒരു സ്റ്റാക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റാക്കിൽ ഏറ്റവും മേലിലുള്ള എലമെൻറ്റ് ഏതാണോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടോപ്പ്. ഓക്കെ, ഈ സ്റ്റാക്കിൽ എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും ഈ ടോപ്പിലായിരിക്കും, ഡിലീറ്റ് ചെയ്യുന്നതും ഈ ടോപ്പിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിൽ 1 2 3 4 ഈ എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് വയ്ക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ 4 ആയിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. ഇപ്പോൾ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് 4 ആണ്. ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ എലമെൻറ്റ് സ്റ്റാക്കിൽ 1 2 3 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഈ 3 ആയിരിക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് പുതിയ ഒരു 5 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടോപ്പിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് മാറി 4 പോകും. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടാണ്.
അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റായിട്ട് ആരാണോ വരുന്നത് അവരായിരിക്കും ഫസ്റ്റ് പുറത്ത് പോകുന്നത്. പിന്നെ ഇതൊരു നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഇൻസേർഷൻ ഡിലീഷൻ രണ്ടും തന്നെ ബാക്കിലാണ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഇതൊരു സ്റ്റാക്കാണ്. സ്റ്റാക്കിൽ ഏറ്റവും മേലിലുള്ള എലമെൻറ്റിനെ നമ്മൾ ടോപ്പ് എന്ന് പറയും, ഏറ്റവും താഴെയുള്ള എലമെൻറ്റിനെ നമ്മൾ ബേസ് എന്ന് പറയും. ആൻഡ് ഈ സ്റ്റാക്കിൽ നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് പുഷ്. ആൻഡ് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ്റെ പേരാണ് പോപ്പ്. ഈ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റീഡു ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അൺഡു, റീഡു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ സ്റ്റാക്കിനെ നമുക്ക് അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, പോയിൻ്റർ വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അറേ ആണെങ്കിൽ സ്റ്റാറ്റിക് ഇംപ്ലിമെൻറ്റേഷൻ ആണ്, പോയിൻ്റർ ആണെങ്കിൽ ഡൈനാമിക് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ക്യൂ. ക്യൂ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ആരാണോ വരുന്നത് അവരായിരിക്കും ഫസ്റ്റ് പുറത്ത് പോകുന്നത്. ഇത് നോർമൽ ക്യൂവിൻ്റെ എക്സാമ്പിളാണ്. നോർമൽ ക്യൂ എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതേപോലെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ക്യൂ ആണെന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യം ഒരാൾ വന്നു ഇവിടെ പോയി, സെക്കൻഡ് ഒരാൾ വന്നു ഇവിടെ പോയി, തേർഡ് ഒരാൾ വന്നു ഇവിടെ പോയി, ഫോർത്ത്, ഫിഫ്ത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലാണ് ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നത്. ബട്ട് അവർ പുറത്ത് പോകുന്നതോ ഫ്രണ്ടിൽ നിന്നായിരിക്കും. ആദ്യം ഈ 1 പോവും, അത് കഴിഞ്ഞിട്ട് 2 പോവും, അത് കഴിഞ്ഞിട്ട് 3 പോവും. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നായിരിക്കും എക്സിറ്റായി പോകുന്നത്. ഇത് നോർമൽ ക്യൂവിൻ്റെ കേസാണ്. ഇത് തന്നെയാണ് കമ്പ്യൂട്ടറിലും ക്യൂവിൽ വരുന്നത്. നമ്മൾ ഒരു ഡേറ്റാനെ എപ്പോഴും ബാക്കിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും ആൻഡ് അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിൽ 3, 2, 1 ഉണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഒരു എലമെൻറ്റ് 5 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ ബാക്കിൽ എനിക്ക് 5 ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് 3 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ക്യൂ. നോർമലി റിയൽ ലൈഫിൽ ക്യൂ എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതേപോലെയാണ് ഇതിലും ഡേറ്റ സ്ട്രക്ചറിലും ക്യൂ വർക്ക് ആവുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ ഫ്രണ്ട് എന്ന് പറയും. ഫ്രണ്ട് എൻഡ്, ഫ്രണ്ടിലുള്ളത് ഫ്രണ്ട് എൻഡാണ്. പിന്നെ ലാസ്റ്റിലുള്ളത് റിയർ എൻഡാണ്. ഓക്കെ, ഇൻസേർഷൻ എപ്പോഴും നടക്കുന്നത് റിയർ എൻഡിലും ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിലാണ്. പിന്നെ ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പേര് എൻ ക്യൂ ആണ്, ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ പേര് ഡി ക്യൂ ആണ്. ഇത് നമുക്ക് അറേ വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, പോയിൻ്റർ വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതൊരു ക്യൂ ആണ്. ഇതിൽ ഫ്രണ്ടിലുള്ളത് 10ഉം റിയറിലുള്ളത് 60 ആണ്. ഡി ക്യൂ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും നടക്കുന്നത്, എൻ ക്യൂ എപ്പോഴും ബാക്കിലായിരിക്കും നടക്കുന്നത്. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്സ് അബൌട്ട് ക്യൂ. ഇനിയുള്ളത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. അതിൽ നമുക്ക് ട്രീ മാത്രം ഈ ഒരു മൊഡ്യൂളിൽ പഠിച്ചാൽ മതി. ഈ ട്രീ എന്ന് പറയുന്നത് ഡേറ്റാനെ നമ്മൾ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്യും, അതാണ് ട്രീ. പിന്നെ ഇത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ബട്ട് ഇതിൽ സൈക്കിൾ ഫോം ചെയ്യത്തില്ല. ട്രീയിൽ എപ്പോഴും സൈക്കിൾ ഫോം ചെയ്യത്തില്ല. ആൻഡ് ഇതിൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് ഒരു ട്രീയുടെ എക്സാമ്പിൾ. A, B, C, D, E. ഇതാണ് ഒരു ട്രീയുടെ എക്സാമ്പിൾ. ഇതിൽ ഏറ്റവും ടോപ്പിൽ ഏത് എലമെൻ്റാണോ ഉള്ളത് അതിനെ നമ്മൾ റൂട്ട് നോഡ് എന്നാണ് പറയുന്നത്. ടോപ്പിലുള്ളതായിരിക്കും റൂട്ട് നോഡ്. പിന്നെ ലീഫ്, അടിയിലുള്ളതെല്ലാം ലീഫ് നോഡാണ്. ഇപ്പോൾ ഇതിൽ ഈ ഡി ലീഫ് നോഡാണ്, ഇ ലീഫ് നോഡാണ്, പിന്നെ ബിയും ലീഫ് നോഡാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളതെല്ലാം ലീഫ് നോഡും ഏറ്റവും ടോപ്പിലുള്ളതിനെ നമ്മൾ റൂട്ട് നോഡ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ട്രീ അല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ബിക്കോസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു ട്രീ അല്ല. ആ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് ട്രീ ആയിരിക്കും. അപ്പോൾ ട്രീയിൽ ഒരിക്കലും സൈക്കിൾസ് ഫോം ചെയ്യാൻ പാടില്ല. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള നോഡാണ് റൂട്ട് നോഡ് എന്ന് പറഞ്ഞു. അതിൻ്റെ ലെവൽ എപ്പോഴും 0 ആയിരിക്കും. റൂട്ട് നോഡിൻ്റെ ലെവൽ എപ്പോഴും 0 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ ലെവൽ 1 ആവും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലെവൽ 2 ആവും. അപ്പോൾ ലെവൽ എപ്പോഴും 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിൽ ഈ സർക്കിളിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഓരോ നോഡ് എന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ പേര് നമ്മൾ വേർട്ടിസസ് എന്നും പറയും. ഇതൊക്കെ ഓരോ വേർട്ടിസസ് ആണ്. ആൻഡ് 2 വേർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനില്ലേ അതിനെ നമ്മൾ എഡ്ജ് എന്നും പറയും. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ട്രീയിൽ n വെർട്ടീസസ് ഉണ്ടെന്ന് വയ്ക്കാം. n വെർട്ടീസസ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് വേണം കറക്റ്റായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഒരു ഗ്രാഫിന് നമുക്ക് ട്രീ എന്ന് പറയാം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. ഒരു ഗ്രാഫ് മിനിമലി കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതിൽ സൈക്കിളൊന്നും ഫോം ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമുക്ക് ട്രീ ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഇതിൽ നമുക്ക് ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് കിട്ടും. ഹൈറാർക്കീസിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻസേർഷനും സെർച്ചിങ്ങും നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഈ ട്രീസ് എന്ന് പറയുന്നത് നല്ല ഫ്ലെക്സിബിളാണ്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് നോക്കാം. ഫസ്റ്റ് വണ് ചൈൽഡ്.
ചൈൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി സി ഡി ഇ ഇങ്ങനെ ഉണ്ടെന്ന് വയ്ക്കാം. ഇതിൽ ഈ എയുടെ ചൈൽഡാണ് ബിയും സിയും. ഇനി എക്ക് പാരൻ്റ് ഇല്ല. ഈ ബിയും സിയുടെയും പാരൻ്റാണ് എ ആൻഡ് എയുടെ ചൈൽഡാണ് ബിയും സിയും. ഇനി സിയുടെ ചൈൽഡാണ് ഡിയും ഇയും ആൻഡ് ഡി ആൻഡ് ഇയുടെ പാരൻ്റാണ് സി. ഓക്കെ, ഇനി സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ ദ നോട്ട്സ് വിച്ച് ഹാസ് ദി സെയിം പാരൻറ്റ്. നോട്ട്സിന് ഏതൊക്കെ നോട്ട്സിനാണോ സെയിം പാരൻ്റ് ഉള്ളത്, ഒരേ പാരൻ്റ് ഉള്ളത്, ആ നോട്ട്സൊക്കെ സിബ്ലിങ്സ് ആണ്. ഇപ്പോൾ ഇവിടെ എടുക്കുവാണെങ്കിൽ ബിക്കും സിക്കും സെയിം പാരൻ്റ് ആണ്. ബിക്കും സിക്കും എ ആണ് പാരൻറ്റ്. അപ്പോൾ ബിയും സിയും സിബ്ലിങ്സ് ആണ്. അതേപോലെ ഡിയും ഇയും സിബ്ലിങ്സ് ആണ്. ഇനി ഡിഗ്രി, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ദാറ്റ് നോഡ്. ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ നോഡിന് എത്ര ചിൽഡ്രൻ ഉണ്ടോ അതാണ് ഡിഗ്രി. ഫോർ എക്സാമ്പിൾ എ ബി സി ഡി ഇ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ ഇതിൽ എയുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 ആണ്. ബിയും സി ആണ് എയുടെ ചൈൽഡ്. അപ്പോൾ എയുടെ ഡിഗ്രി 2 ആണ്. സി എടുക്കുവാണെങ്കിൽ സിയുടെ ഡിഗ്രിയും 2 ആണ്. ബിക്കോസ് സിയുടെ ചിൽഡ്രൻ ഡി ആൻഡ് ഇ. ബിക്ക് ഡിഗ്രി 0 ആണ്. ഇനി അതേപോലെയാണ് ഒരു ട്രീയുടെ ഡിഗ്രി ആണെങ്കിൽ, ഒരു ട്രീക്ക് നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് എ നോഡ് എമോങ് ഓൾ ദ നോട്ട്സ്. ഇതിലുള്ള ട്രീയിലുള്ള എല്ലാ നോട്ട്സിൻ്റെയും ഡിഗ്രി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ അതായിരിക്കും ആ ഒരു ട്രീയുടെ ഡിഗ്രി. ഫോർ എക്സാമ്പിൾ ഇതിൽ എയുടെ ഡിഗ്രി എത്രയാണ്? എയുടെ ഡിഗ്രി 1 2 ആണ്. എയുടെ ഡിഗ്രി 2 ആണ്. പിന്നെ ബിയുടെ ഡിഗ്രി 0 ആണ്. സിയുടെ ഡിഗ്രി 2 ആണ്. ഡിയുടെ ഡിഗ്രി 0, ഇയുടെ ഡിഗ്രി 0. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളത് 2 അല്ലേ. അപ്പോൾ ഈ ഒരു ട്രീയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്ക് ഒരു ചൈൽഡും കൂടി ഉണ്ടെന്ന് വയ്ക്കാം. എഫ് എന്ന് ഒരു ചൈൽഡും കൂടി ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ എക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര ചിൽഡ്രൻ ആയി? 3 ചിൽഡ്രൻ ആയി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ളത് 3 ആയിട്ട് മാറും. അപ്പോൾ ഇതിലിപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ളത് 3 അല്ലേ. അപ്പോൾ ഈ ഒരു ട്രീയുടെ ഡിഗ്രി 3 ആയിട്ട് മാറും. ഇനി ഇൻ്റർമീഡിയറ്റ് നോട്ട്സ്. ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് റൂട്ട് നോഡും ലീഫ് നോഡും അല്ലാതെ വരുന്ന ബാക്കി എല്ലാ നോഡിനെയും നമ്മൾ ഇൻ്റർമീഡിയറ്റ് നോഡ് എന്നാണ് പറയുന്നത്. പിന്നെ ലീഫ് നോഡാണെങ്കിൽ അടിയിലുള്ള നോട്ട്സ്. പിന്നെ ലെവൽ, റൂട്ട് നോഡിൻ്റെ ലെവൽ 0 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അതിൻ്റെ ലെവൽ 1 ആയിരിക്കും. അടുത്ത 2, അടുത്ത 3 അങ്ങനെ പോകും. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ദറ്റ് ലൈസ് ഓൺ ദി ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം എനി ലീഫ് നോഡ് ടു എ പെർട്ടിക്കുലർ നോഡ് ഇസ് കോൾഡ് ദി ഹൈറ്റ് ഓഫ് എ നോഡ്. ഒരു നോഡിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ആ ഒരു നോഡിൽ നിന്ന് ലീഫ് നോഡിലോട്ട് പോകാൻ എത്ര എഡ്ജസ് ഉണ്ട്. ഇപ്പോൾ ഒരു നോഡിൽ നിന്ന് ലീഫ് നോഡിലോട്ട് പോകാൻ കുറേ പാത്സ് കാണത്തില്ലേ. ആ കുറേ പാത്സിൽ ഏതിനാണോ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത് അതായിരിക്കും ആ ഒരു നോഡിൻ്റെ ഹൈറ്റ്. അതേപോലെ ഹൈറ്റ് ഓഫ് ദി ട്രീ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രം ദ റൂട്ട് നോഡ് ലീഫ് നോഡിലോട്ട് പോകുന്നതിൽ ഏതിനാണോ ഹയസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത് അതായിരിക്കും ആ ഒരു ട്രീയുടെ ഹൈറ്റ്. ഇനി ലീഫ് നോഡിൻ്റെ ഹൈറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനിയുള്ളത് ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു എ പെർട്ടിക്കുലർ നോഡ് ഇസ് കോൾഡ് ഡെപ്ത്. റൂട്ട് നോഡിൽ നിന്ന് ആ ഒരു നോഡിലോട്ട് വരുന്നതിന് എത്ര എഡ്ജസ് ആണോ ഉള്ളത് അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ നോഡിൻ്റെ ഡെപ്ത്. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഇവിടെ ഒരു ട്രീ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു PDF ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇതിൽ ഇതാണ് റൂട്ട് നോഡ്, ഇതാണ് ഫസ്റ്റ് നോഡ്, ഇതാണ് റൂട്ട് നോഡ്. ഇതിൻ്റെ ചിൽഡ്രൻ ആണ് ബിയും സിയും. പിന്നെ ബി സി രണ്ടിൻ്റെയും പാരൻ്റ് ആണ് ഈ ഒരു ബി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലെവൽ 0 ആണ്. ഇത് ബി സിയുടെ ലെവൽ 1 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലെവൽ 2 ആണ്. ഇത് ലെവൽ 3 ആണ്. ഇതിൻ്റെ ലീഫ് നോഡ് എന്ന് പറയുന്നത് ഡി ഐ ജെ കെ എച്ച് ഇതെല്ലാമാണ് ഇതിൻ്റെ ലീഫ് നോഡ്. പിന്നെ ഇതിൽ സി ബി ഇ ജി ഇതെല്ലാം ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ആണ്. പിന്നെ ഇങ്ങനെ 2 വേർട്ടീസസിനെ കണക്ട് ചെയ്തതിൻ്റെ പേര് എഡ്ജസ് ആണ്. ഓക്കെ, പിന്നെ ജി എച്ച് സിബ്ലിങ്സ് ആണ്, ഡി എഫ് സിബ്ലിങ്സ് ആണ്, ബി സി സിബ്ലിങ്സ് ആണ്, ഐ എൻ ജെ സിബ്ലിങ്സ് ആണ്. ഇതൊക്കെയാണ് ട്രീയിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പാർട്ട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക്